ഏഴാം നാളകത്ത് എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥി ജാസിയ ജോൺസനെ കാറടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഡോക്ടർ സിറിയക് പി ജോർജ് പിടിയിൽ. വാഗമണിലെ റിസോർട്ടിൽ നിന്നാണ് അപകടമുണ്ടാക്കിയ 7-ാം ദിവസം പ്രതിയെ പോലീസ് പിടികൂടിയത്. സിറിയക്കിന് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പിതാവ് ജോർജ് മാത്യുവിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. നേരത്തെ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് ഇന്ന് തന്നെ പിതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. സിറിയക് പി ജോർജിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇതിനേക്കാൾ വേഗതയിൽ കേസ് അന്വേഷിക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്യുന്ന ഒരു സംഘമാണ് കേരള പോലീസ്. അത് സംസ്ഥാനത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും തേടി പിടിച്ചു പോയി നിമിഷങ്ങൾക്കും കൊണ്ടുവന്ന കഥ മുതൽ അവരെ പിന്നാലെ പോയി അറസ്റ്റ് ചെയ്ത കഥ വരെ ഉണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന് ഒരു അപകടം നടന്ന് അതിൽ പ്രതിക്ക് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കഴിഞ്ഞിട്ടും പിന്നെയും ദിവസങ്ങൾ കാത്തിരിക്കുന്നു. അയാൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. അയാളുടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇയാളെക്കുറിച്ചുള്ള സൂചനകളുണ്ട് എന്ന് പോലും പറയുന്നത്. അതും വലിയ പ്രതിഷേധങ്ങളും അതിനെതിരെയുള്ള വലിയ വിമർശനങ്ങളും എല്ലാം പോലീസിനെ ബാധിച്ചതിന് ശേഷം മാത്രം എന്നൊരു കാര്യം കൂടിയുണ്ട്. അങ്കമാലി പോലീസ് ഇക്കാര്യത്തിൽ നിസ്സംഗത സ്വീകരിച്ചോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി അത് കേരള പോലീസിൻ്റെ ഒരു പരാജയമായി തന്നെയാണ് കണക്കൂട്ടുന്നത്. എന്താണെങ്കിലും സിറിയക്കിനെ പിടികൂടിയത് വാഗമണിൽ നിന്നാണ്. ഇടുക്കി വാഗമണിലെ ഒരു റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പറയുമ്പോൾ രൂപമാറ്റമൊക്കെ നന്നായിട്ട് മാറി താടിയും മുടിയെല്ലാം പഠിച്ച് അത്യാവശ്യം ഇന്നസെൻറ്റ് ലുക്കിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ആൾ തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു. പിതാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന കാര്യമെല്ലാം പറയപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് പിടികൂടിയ ഉടനെ തന്നെ ഇവിടേക്ക് കൊച്ചിയിലേക്കാണ് കൊണ്ടുവന്നത്. അങ്കമാലിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതിന് മുൻപേ തന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയത്ത് നിലവിലുണ്ട്. ഈ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുൻപേ തന്നെ അറസ്റ്റ് കൂടിയിട്ടുണ്ട്. അത് ഈ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പോലീസ് പണക്കാരുടെ ഒപ്പമാണ്, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരൊപ്പം നിൽക്കുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. എല്ലാവർക്കും ഒരേ നീതി കിട്ടുന്നില്ല എന്നൊരു വിമർശനം മറ്റൊരു ഭാഗത്തു നിന്ന് വന്നിരുന്നു. തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് കുറെ കൂടി ക്രിയാത്മകമായി ഇടപെടേണ്ട ഒരു ആവശ്യം ഈ ഘട്ടത്തിൽ വന്നിട്ടുമുണ്ടാകും. കാരണം സർക്കാരിനെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രത്യാക്രമണങ്ങളെല്ലാം വന്നതിൻ്റെ പിന്നാലെയാണ് നിലവിൽ സിറിയക്കിനെ പോലീസിനെ പിടികൂടാൻ സാധിച്ചത്. കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവിന് കോടതി ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട്. വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഒരു ഡോക്ടറാണെങ്കിൽ പോലും ആ ഡോക്ടറുടെ കർത്തവ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ പദവിക്കനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയല്ല സിറിയക്കിൻ്റെ ഭാഗത്തുണ്ടായത്. ഒരു പെൺകുട്ടിയെ വാഹനാപകടത്തിൽപ്പെടുന്നു. അറിഞ്ഞോ അറിയാതെയോ വാഹനാപകടം ഉണ്ടായതിനു ശേഷം അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ പ്രാഥമികമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതെയായിരുന്നു സിറിയക്ക് അവിടെ നിന്ന് തൽക്ഷണം രക്ഷപ്പെട്ടത്. വാഹനം പോയിക്കൊണ്ടിരുന്നത് ഈ തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വഴിയിലാണ്. ഈ അപകടമുണ്ടായ ശേഷം വാഹനം കണ്ടെത്തുന്നത് ഇവിടെ നിന്ന് മഞ്ഞപ്പുറ റൂട്ടിൽ മലയാറ്റൂർ റൂട്ടിലേക്ക് പോകുന്ന തുറവൂർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും സിറിയക്ക് എങ്ങനെ രക്ഷപ്പെട്ടു, അവിടെ നിന്ന് എങ്ങനെ പോയി എന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരങ്ങൾ നടക്കും. തങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ ഈ പോരാട്ടം തുടരും എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ജീവന്റെ തുടിപ്പറിയുന്ന, ജീവന്റെ വില അറിയുന്ന ഡോക്ടറാണ്. പക്ഷേ ഒരു ജീവൻ നിലത്ത് കിടന്നിട്ടും മൈൻഡ് ചെയ്യാതെ പോയ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തു വരുന്നത് 7-ാം ദിവസമാണ്. അയാളെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും കടുത്ത നടപടി ഉണ്ടാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.